നായി, തെരുവിലെ നായേ, എവിടെന്നോ ഒരു കഷ്ണം റൊട്ടി കഷ്ണം എന്തോ കാലത്ത് കിട്ടിയതായിരിക്കും, ഉണങ്ങി പരിച്ചപ്പോൾ അതും കടിച്ചു കൊണ്ടുവന്ന് ആ കുട്ടിയുടെ മുമ്പിൽ കൊണ്ട് വെച്ചുകൊടുത്ത് പറയും, അതിൻ്റെ കുട്ടി മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ സൂചിട്ട് തിന്നാൻ ഭക്ഷിച്ചോന്ന്. ആ കുട്ടി റൊട്ടിയിലും നോക്കും, നായിൻ്റെ മുഖത്തിലും നോക്കും, റൊട്ടിയിലും നോക്കുന്നു, നായുടെ മുഖത്തിലും നോക്കുന്നു. എന്നിട്ട് ആ പിഞ്ചുമോൾ നായും തടയിട്ട് പറയുന്നു, എന്നൊക്കെ നിനക്ക് വിശപ്പുണ്ടല്ലോ, നീ അങ്ങ് കഴിച്ചാൽ പോരേ. ഇതാണ് ഗസ്സയിലെ മക്കളുടെ ഈമാൻ. പ്രിയപ്പെട്ടവരെ, എന്ത് ചെയ്യുന്നറിയോ? ആ റൊട്ടിക്കഷ്ണം കുട്ടി തട്ടിമാറ്റിയപ്പോൾ ആ നായ്ക്കുട്ടി വീണ്ടും അതെടുത്തവളെ വായ്ക്കകത്ത് കൊണ്ടുവച്ചിട്ട് രണ്ട് കൈകൊണ്ടവളെ കെട്ടിപ്പുണരുന്നു. നിങ്ങൾ ആലോചിക്കണം, സൗദി അറേബ്യ ഉറങ്ങുമ്പോൾ, കുവൈറ്റും ഇറാഖും ഉറങ്ങിക്കിടക്കുമ്പോൾ, ഇസ്ലാം എന്ന് പറയുമ്പോൾ 58 രാഷ്ട്രങ്ങളും ഉറങ്ങി സുഖനിദ്രയിൽ കിടക്കുമ്പോൾ ആ കുട്ടിയോട് സ്നേഹം കാണിക്കാൻ അയിനൻ നജിസ് എന്ന് ലോകത്തോട് അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞ ഒരു നായാൻ റൊട്ടിയുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, അള്ളാഹു അല്ലേ ആഹാരം നൽകുന്നവൻ, അള്ളാഹു അല്ലേ എന്നെ നിങ്ങളിൽ സൃഷ്ടിച്ചവൻ, എന്നെ നിങ്ങൾ സംരക്ഷിക്കാനുള്ള ബാധ്യത അവനല്ലാതെ ആർക്കാണുള്ളത്? ചിന്തിക്കണം. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, റസൂലുള്ളാഹി പറഞ്ഞ ഈ ഹദീസ് ഉണ്ടല്ലോ, അത് നമ്മളെ ബാധിക്കരുത്. കയറി ഒരു യതീം കുട്ടി ഒരു നാട്ടിലുണ്ട്. ആ കുട്ടിക്ക് ഭക്ഷണവും പാനീയം ഒന്നും കിട്ടാത്ത അവസ്ഥയിൽ ആ കുട്ടി ജീവിക്കുകയാണ് എങ്കിൽ, വിശന്ന വയറ് തൊട്ടിട്ട് ആ കുട്ടി, അല്ലാ എനിക്ക് വാപ്പയില്ല, ഉമ്മയില്ല, കൂടപ്പറപ്പാരുമില്ല, എനിക്ക് വല്ലാതെ വിശക്കുന്നു, നീ ഖൈറു റാസിഖല്ലേ റസാഖായ അല്ലാ, എനിക്ക് ഒരു കഷ്ണം വെള്ളം തരാൻ നിന്റെ ഖജനാവിലില്ലേ, നിന്റേതായ ഗോഡോണിൽ റൊട്ടി തരാനില്ലേ അല്ലാ എന്നാ കുട്ടി ചോദിക്കും. ആ വേദന എവിടെ എത്തുന്ന റസൂലുള്ളാഹി പറഞ്ഞത്? നിങ്ങളെല്ലാം നല്ല ചിക്കനും ഷവർമയും ഷവായിയും ഹവായും കൊണ്ട് തിന്ന് കിടന്നുറങ്ങുമ്പോൾ, അർദ്ധരാത്രിയാകുമ്പോൾ ആ കുഞ്ഞുകുട്ടിയുടെ, ആ കൊച്ചുമോൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തോട്ട് വന്ന വേദനയുണ്ടല്ലോ, ആ വേദന നിങ്ങൾ തലയ്ക്ക് മീതെ ചുറ്റി വിളിച്ചുകൊണ്ട് നടക്കുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി കരഞ്ഞുകൊണ്ട് നടക്കുന്നതാ. ആ ശാപം തീരുവോ മോമിനിങ്ങളെ, മുസ്ലിമിങ്ങളെ? നമ്മളെ മോമിനും മുസ്ലിം എവിടെ വിളിക്കാനാ? അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്നോടും, നമുക്ക് ഒന്നും കൊടുക്കാൻ കഴിയില്ല എങ്കിലും ആ സമൂഹത്തോട് സ്നേഹം കാണിക്കാനും 5 നേരം നമസ്കാര ദുആ ചെയ്യാനും നമുക്കൊരു ദൃഢനിശ്ചയം ആ വിഷയത്തിലെങ്കിലും ഉണ്ടായിക്കൂടെ എന്ന് ചോദിക്കാൻ. ഞാൻ ധാരാളം ഹദീസുകൾ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അള്ളാഹു ഒരാളെ സഹായിക്കുന്ന എപ്പോഴെന്നറിയാമോ? എല്ലാവരും കൈവിടുമ്പോൾ മാത്രം. ഇതെല്ലാവരും പഠിക്കണം. ആരെങ്കിലും പ്രതീക്ഷിക്കുന്ന റുബൂബിയത്തിൻ്റെ ശിർക്ക്, ഉലൂഹിയത്തിൻ്റെ ശിർക്ക് തരം തന്നെ 77 ശിർക്കുണ്ട് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. ശറഈൽ അഖീദയിൽ പറയപ്പെടുക എന്ന് നിങ്ങളോട് പറഞ്ഞു. 77 തരം ശിർക്കുണ്ട്. അത് ഒരു ചെറിയ ശിർക്ക് എന്നറിയാമോ? യഹ്യാ നബി വരെ ശിർക്കാണ്. ഏത്? എനിക്ക് അള്ളാഹുവിന്റെ സഹായം മതി എന്ന് പറഞ്ഞാൽ യഹ്യാ നബി ശിർക്കിൻ്റെ ആളായി. മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് അള്ളാഹ് സഹായം മതി എന്ന് പറഞ്ഞാൽ യഹ്യാ നബി മുശ്രിക്കായി. ചിന്തിക്കുന്ന മോനെ പറഞ്ഞതിൻ്റെ ഗൗരവം. അപ്പൊ ശിർക്ക് ഏതാ? ജിബ്രീൽ വന്നിട്ട് പറയുകയാണ്, നിങ്ങളെ കാല് ഞാൻ കഴിയത്തില്ല ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയേണ്ടതെന്നറിയാമോ? നിങ്ങളെ ജോലി അതല്ല, ഞാൻ കഴിക്കോളാം. പിന്നെയല്ലേ ജിന്നിനെ സേവിച്ച് കടിച്ചുകൊണ്ടിരിക്കുന്നത്? ജിബ്രീലും മീകായിലും ഇസ്രാഫീലും അടുത്ത് വന്നാൽ പോലും സ്വീകരിക്കാത്ത അള്ളാഹുവിൻ്റെ അസ്ൽ ഒറിജിനാലിറ്റി എന്ന് പറയപ്പെടുന്ന ഔലിയാ ലോകത്തുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, അവരടുക്ക ജിന്നിന് ശൈത്താനും സഹായത്തിൻ്റെ ആവശ്യമില്ല, സ്വീകരിക്കുകയുമില്ല എന്ന് അവർ മുശ്രിക്ക് തന്നെയാണ്. ജിബ്രീൽ വന്നാൽ പോലും മുശ്രിക്കാവും. പിന്നെയല്ലേ ബാക്കിയുള്ള കാര്യം പറയേണ്ടത്?
യഹ്യ നബിയോട് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ സഹായം മതിയെങ്കിൽ ഞങ്ങൾ സഹായിക്കാം, നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാം. എനിക്ക് അള്ളാഹുവിൻ്റെ സഹായം വേണ്ട, അള്ളാഹുവിനെ വേണം. അള്ളാഹുവിനെ വേണമെങ്കിൽ അള്ളാഹ് പറഞ്ഞു അങ്ങ് ഇരുന്ന് കൊടുക്കാൻ, വേദന സഹിക്കാൻ, എങ്കിൽ അള്ളാഹു ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ വേദനിക്കുന്ന ഹൃദയത്തിലാണ് അള്ളാഹു ഇരിക്കുന്നത്, വേദനയുള്ളവൻ്റെ മനസ്സിലാണ് അള്ളാഹു കുടിയിരിക്കുന്നത്, വേദനയുള്ള രാജ്യത്താണ് അള്ളാഹ് ചുറ്റിപ്പറക്കുന്നത്, വേദനയുള്ള മനുഷ്യർക്ക് വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ ഭക്ഷണം പാനീയം.